നന്മ 24 ന്യൂസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചെറിയൊരു മഴ വന്നാൽ അല്ലെങ്കിൽ ചെറിയൊരു കാറ്റ് വന്നാൽ അപ്പോൾ പോകും കരണ്ട്. എന്താണ് ഇതിന് കാരണം? എറണാകുളം ജില്ലയിലെ IT നഗരമായ കാക്കനാട് നിന്നുള്ള നേർക്കാഴ്ചയാണ് നന്മ 24 പുറത്തുവിടുന്നത്. ഇത് കണ്ടോ, എങ്ങനെ നമ്മൾക്ക് കരണ്ട് കിട്ടും? ഈ മരങ്ങൾക്കിടയിലൂടെയാണ് ഈ ലൈനുകൾ വലിച്ചിട്ടുള്ളത്. ഇത് മഴക്കാലത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ടച്ചിങ്ങുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട്. അങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും KSEB ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയാണ് ഈ കാണുന്നത്. ഇൻഫോ പാർക്ക് എക്സ്പ്രസ് വേ ആണ്. ഇൻഫോ പാർക്കിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട റോഡ് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് വരുന്ന ആ റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്ന മരത്തിൻ്റെ ഇടയിലൂടെയാണ് ഈ ലൈനുകളൊക്കെ പോകുന്നത്. ചെറിയൊരു കാറ്റ് വന്നാൽ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം, ആ മരത്തിൻ്റെ മുകളിലൂടെ ഉള്ളിലൂടെ എല്ലാം ഈ ലൈനുകൾ പോയിട്ടുള്ളത് കാണാം. ചെറിയൊരു കാറ്റ് വന്നാൽ കമ്പികൾ കൂട്ടിയിടിക്കുന്നു, മരച്ചിലകൾ കൂട്ടി ഇതിനകത്ത് ഉരസുന്നു. അങ്ങനെ സപ്ലൈ പോകുന്ന ഒരു സ്ഥിതിയാണ്. ഈ പ്രദേശത്തുള്ള ആളുകൾ അനുഭവിക്കുന്ന ദുരിതം അത്രത്തോളം വലുതാണ്. ഒന്ന് ഓർക്കുക, എറണാകുളം ജില്ലാ കളക്ട്രേറ്റ്, അതുപോലെ തന്നെ ഇൻഫോ പാർക്ക്, അതുപോലെ സ്മാർട്ട് സിറ്റി, വ്യവസായ മേഖല, അമ്പര ചുംബികളായിട്ടുള്ള നിരവധി ഫ്ലാറ്റ് സമുച്ചയങ്ങൾ എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് തൃക്കാക്കര KSEB ഈസ്റ്റ് സെക്ഷൻ. ആ സെക്ഷൻ്റെ പരിധിയിലാണ് ഈ ഒരു അവസ്ഥ. കാലവർഷമാകുമ്പോൾ മഴ പെയ്യും, കാറ്റ് വരും. ഇതെല്ലാം എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് KSEBക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലൈനിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്നവരാണ് ഇവർ. പക്ഷേ അതിനൊന്നും മുതിരാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ, അല്ലെങ്കിൽ ഈ കമ്പി പൊട്ടി റോഡിൽ കിടന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടാലും അവർക്കെന്ത്? പൈസ അടച്ചില്ലെങ്കിൽ ഫ്യൂസ് ഊരും. അതിന് നമ്മുടെ വീട്ടിലും നമ്മുടെ സ്ഥാപനങ്ങളിലും അവരെത്തും. അത് കൃത്യമായി തന്നെ എത്തും. ഇതുപോലെയുള്ള സേവനം ചെയ്യുന്ന കാര്യങ്ങളിലാണ് അവർ ഒരുപാട് പിന്നോട്ട്. ഇവരെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ എക്സ്പ്രസ് വേയിൽ തന്നെ ഒരുപാട് ദൂരത്ത് ഇതുപോലെ തന്നെയാണ് അവസ്ഥ. ഈ മരങ്ങൾക്കിടയിലൂടെയാണ് പോകുന്നത്. നിരവധി സ്ഥലത്ത് ഇതുപോലെ കമ്പികൾ കൂട്ടിയടിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു. ഈ ഒരു മഴക്കാലത്ത് നമ്മൾക്കറിയാം, ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റുകൾക്ക് വരാൻ സാധ്യത കൂടുതലുള്ള സമയത്താണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് അങ്ങനെയുള്ള ഈ ടച്ചിങ്സ് ഉൾപ്പെടെ അപകട സാധ്യതകളൊക്കെ ഒഴിവാക്കിയിരുന്നെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് യാദൃച്ഛികമായി സംഭവിക്കുന്ന മരങ്ങൾ വീഴുന്നത്, പോസ്റ്റ് വീഴുന്നത്, വണ്ടി മുട്ടി പോകുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ അടിയന്തര സാഹചര്യങ്ങൾ അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അല്ലാതെ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് നിരവധി സ്ഥലത്ത് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുപോലെ തീർക്കാൻ പറ്റും, ഇതുപോലെ മുൻകൂട്ടി കണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം KSEB ഉദ്യോഗസ്ഥർക്ക് ഈ ഒരു സമയത്ത് കഷ്ടപ്പെടേണ്ടി വരില്ല. നമുക്കറിയാം, മഴയത്ത് അവർ പോസ്റ്റിൽ കയറുന്നു, നല്ല മിന്നലുണ്ടാകും. ആ സമയത്തൊക്കെ അവർ കൃത്യമായി തന്നെ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്രത്തോളം അവർ കഷ്ടപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകാതെ തന്നെ ഇത് പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു. KSEB ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ KSEBയുടെ വീഴ്ച തന്നെയാണ് ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് ചെയർമാൻ്റെയും എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24 ന്യൂസ്.